2.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് എന്താണ് ഡിവിഷൻ ആണ്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിട്ടുള്ളത് ഒരു ഹോൾ നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്നാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഇത് നമ്മൾ പറഞ്ഞത് സെക്കൻഡ് നമ്പറിനെ അല്ലെങ്കിൽ ഡിവൈസറിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യത്തെ 1-2 ക്വസ്റ്റ്യൻ ഞാൻ എഴുതി തരാം. റെസിപ്രോക്കൽ ഓഫ് 3/4. 3/4ന്റെ റെസിപ്രോക്കൽ എത്രയായിരുന്നു? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കണം, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആണ് അല്ലേ? അതായത് 4/3 ആണ്. ഇനി ഈ 4/3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ, അതായത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാം? 12 ഡിവൈഡ് ബൈ 3/4 എന്നതിനെ നമുക്ക് 12 ഇൻറ്റു 4/3 എന്ന് എഴുതാം. 12 ഇൻറ്റു 4/3 എന്ന് എഴുതാം. 12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12/1 ആണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ കുറെ ക്വസ്റ്റ്യനിൽ മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചായിരുന്നു. 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3. 3 ഇൻറ്റു 1 മീൻസ് 3. അതുപോട്ടെ, അങ്ങനെ എഴുതിക്കാം. 12 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 12 ഇൻറ്റു 4 48 ആണ്. 48/3 എന്ന് കിട്ടും. 48 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. 48നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് നോക്കാം. 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 13186 എന്ന് കിട്ടും അല്ലേ? അപ്പോ ഇതിന്റെ ആൻസർ 6 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായി എങ്ങനെയാണെന്ന്? 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും ആൻസർ. അങ്ങനെ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഫ്രാക്ഷന്റെ കേസിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അതിന്റെ സെക്കൻഡ് നമ്പറിനെ, അതായത് ഡിവൈസറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊരൊറ്റ കാര്യം മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. ഇത് 2 സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. കാരണം ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3യും 12ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ഈ സ്റ്റെപ്പിൽ ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഈ സ്റ്റെപ്പിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് 3യെയും 12നെയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 2ഉം കൂടെ ഇങ്ങനെ ഒന്ന് വെട്ടിയിട്ട് ക്ലോസ് വെട്ടിയിട്ട് ഇവിടെ 4 എഴുതാം. 4 എഴുതിയാൽ പിന്നെ ഇവിടെ 12ഉം ഇല്ല 3യും ഇല്ല. കാരണം 12നെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ഇവിടെ 4 ഇൻറ്റു 4 16. ഒറ്റ ഒരു ഇതില് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ 48 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 അല്ല 16 ആണ്. ഓക്കെ, അപ്പൊ 16 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? 16 എന്ന് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ 14 ഡിവൈഡഡ് ബൈ 5/6 ആണ്. 14 ഡിവൈഡ് ബൈ 5/6 ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ റെസിപ്രോക്കൽ ഓഫ് 5/6 ഇസ് ഈക്വൽ ടു 6/5 ആണ് നമുക്കറിയാം അല്ലേ? റെസിപ്രോക്കൽ ഓഫ് ഇതൊക്കെ ഞാൻ റെസിപ്രോക്കൽ തന്നെ എഴുതിക്കണേ. റെസിപ്രോക്കൽ ഓഫ് 5/6 ഇസ് ഈക്വൽ ടു 6/5 എന്ന് നമുക്കറിയാം. അതായത് 14 ഇൻറ്റു 6/5 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിനെ നമുക്ക് 14 ഇൻറ്റു 6/5 എന്ന് എഴുതാം. അപ്പൊ 14 ഇൻറ്റു 6/5 ആണ് ചെയ്യേണ്ടത്. എത്രയാണ് 14 ഇൻറ്റു 6/5? 14 ഇൻറ്റു 6 that is equal to 14 into 6 divided by 5 അല്ലെ? ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്തതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 6 are 24, 2, 6, 84 divided by 5 എന്ന് നമുക്ക് ആൻസർ. ഇത് ഒരു സംശയം വരുന്നത് നമുക്ക് മിക്സഡ് നമ്പർ ആക്കേണ്ടതെന്ന്. കാരണം ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? അതിനെ മിക്സഡ് നമ്പർ ആക്കി എഴുതിയാലും ആൻസർ ശരിയാണ്. മിക്സഡ് നമ്പർ ആക്കിയാലും ആൻസർ ശരിയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഞാൻ ഇതാക്കാതെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കാം. ടെക്സ്റ്റിന്റെ ആൻസർ കീ അനുസരിച്ച് ആൻസർ മിക്സഡ് ആക്കിയിട്ടില്ല. ഇംപ്രോപ്പറിനെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ അതിനെ മിക്സഡ് ആക്കി എഴുതാം. ഇതിനകത്തുള്ള ഈ എക്സർസൈസിൽ 2.4 എല്ലാ ക്വസ്റ്റിനും അവർ ഡയറക്റ്റ് ഇംപ്രോപ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റിൽ. അതുകൊണ്ട് ടെക്സ്റ്റിൽ കിടക്കുന്ന ആൻസർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതിനെ മിക്സഡ് ആക്കി വേണം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കുറയില്ല. ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ മിക്സഡ് ആക്കി എഴുതാം. ഓക്കെ, ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ആൻസർ ആണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മിക്സഡ് ആക്കി എഴുതിയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ വ്യത്യാസം കാണിക്കുക. അതൊരു കൺഫ്യൂഷൻ വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 84 ഡിവൈഡ് ബൈ 5 എന്നാണ് ആൻസർ കിട്ടിയത്. അങ്ങനെ തന്നെയാണ് ടെക്സ്റ്റിൽ കിടക്കുന്നതും. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിന്റെ 84 ഡിവൈഡ് ബൈ 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 8 ഡിവൈഡ് ബൈ 7/3. 8 ഡിവൈഡ് ബൈ 7/3 എന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് റെസിപ്രോക്കൽ ഓഫ് 7/3 is equal to 3/7 ആണ്. റെസിപ്രോക്കൽ ഓഫ് 7/3 is equal to 3/7 അല്ലേ? അതായത് 8 into 3/7 എന്ന് നമുക്ക് എഴുതാം. 7/3 നമുക്ക് 8 into 3/7 എന്ന് എഴുതിക്കൂടെ? That's equal to 8 into 3 24 divided by 7 എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ. 24/7 എന്ന് നമുക്ക് ഇതിന് ആൻസർ എഴുതാം. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം. ഇപ്പൊ ഏകദേശം ഒക്കെ മനസ്സിലായി. നിങ്ങൾ ചെയ്ത് നോക്കിക്കൊള്ളുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്.
നാലാമത്തെ ക്വസ്റ്റ്യൻ 4 ഡിവൈഡഡ് ബൈ 8/3 എന്നതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം റെസിപ്രോക്കൽ ഓഫ് 8/3 is equal to 3/8 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കി ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം 4 into 8/3 പകരം 3/8 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 12/8 എന്ന് നമുക്ക് കിട്ടും. 12/8നെ നമുക്ക് ഇവിടെ മേളിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, താഴെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്തോളൂ 4 കൊണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ആൻസർ 3/2 എന്ന് കിട്ടും. 3/2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതിനെ ലോവസ്റ്റ് ടേംസിലേക്ക് മാറ്റി നമ്മൾ ലോവസ്റ്റ് ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തു. ലോവസ്റ്റ് ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3/2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ 12/8നെ ലോവസ്റ്റ് ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3/2 എന്ന ആൻസർ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ 3/2 എന്ന് എഴുതിയത്. അപ്പോൾ 3/2 നമുക്ക് ആൻസർ കിട്ടി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. 3 divided by 2 1/3. 3 divided by 2 1/3 എന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതിന് മിക്സഡ് ആണ്. നമുക്കറിയാം 2 1/3 is equal to 2 into 3 plus 1/3. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്തു മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കാൻ വേണ്ടി അല്ലേ. ഇംപ്രോപ്പർ ആക്കി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡിവൈഡ് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒക്കെ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/3 എന്നതിന്റെ ആൻസർ കിട്ടും. അതായത് 2 1/3 7/3 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 divided by 7/3 എന്ന് എഴുതാം അല്ലെ. ഈ ക്വസ്റ്റിനെ 3 divided by 2 1/3 എന്നുള്ളതിനെ 3 divided by 7/3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനെ എങ്ങനെ എഴുതാം? 3 into 3/7 എന്ന് എഴുതാം അല്ലെ. ഇതിന്റെ റെസിപ്രോക്കൽ ഓഫ് 7/3 is equal to 3/7. ആ സ്റ്റെപ്പ് ഞാൻ വീണ്ടും ഒഴിവാക്കുകയാണ്. അപ്പോ നമുക്ക് എന്താ ആൻസർ കിട്ടും? 3 into 3/7 that is equal to 9/7 നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. 9/7 എന്ന് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് വന്നതെന്ന്. 9/7. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു. സിക്സ്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. സിക്സ്ത് ക്വസ്റ്റ്യൻ ഇനിയിപ്പോ പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാം, കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 5 divided by 3 4/7 എന്നതാണ് ക്വസ്റ്റ്യൻ. 5 divided by 3 4/7 എന്നതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 4/7 നമുക്ക് ഇങ്ങനെ എഴുതാം. 3 into 7 plus 4/7 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 25/7 എന്ന് എഴുതാം അല്ലേ. 25/7 എന്ന് എഴുതാം. അപ്പോ നമുക്ക് 5 divided by 3 4/7 പകരം 5 divided by 25/7 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 7/25 എന്ന് എഴുതാം. 5 into 7/25 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 5 into 7 35/25 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 35 divided by 25 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ രണ്ടിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് 7/5 എന്ന ആൻസർ കിട്ടും. അപ്പോൾ സിക്സ്ത് ക്വസ്റ്റ്യൻ നമുക്ക് 7/5 എന്ന ആൻസർ കിട്ടും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എന്നുള്ള ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ 6 ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? മനസ്സിലാക്കണമല്ലോ. അപ്പോൾ എക്സർസൈസ് 2.4ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ റെസിപ്രോക്കൽ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിന്റെ തന്നിട്ടുള്ള ഓരോന്നിന്റെയും റെസിപ്രോക്കൽസ് എഴുതുക. അതുപോലെ റെസിപ്രോക്കൽ കിട്ടുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ കിട്ടുന്ന ഫ്രാക്ഷൻസ് പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ അതോ ഓൾ നമ്പേഴ്സ് ആണോ എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം പ്രോപ്പർ ഫ്രാക്ഷൻ എന്തായിരുന്നു? ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ടുള്ള ഫ്രാക്ഷൻ ആണ് പ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്തായിരുന്നു? ന്യൂമറേറ്റർ വലിയ നമ്പറും ഡിനോമിനേറ്റർ ചെറിയ നമ്പറുമായിട്ടുള്ളതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓൾ നമ്പേഴ്സ് നമുക്കറിയാലോ, നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് ആയിട്ട് വരുന്നത് ഓൾ നമ്പേഴ്സ് ആയിട്ട് എഴുതാം. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3/7 ആണ് അല്ലേ. 3/7 എന്ന് പറയുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ നമുക്ക് റെസിപ്രോക്കൽ ആണ് നോക്കേണ്ടത്. റെസിപ്രോക്കൽ ഓഫ് 3/7 is equal to 7/3 ആണ്. ആണല്ലോ. റെസിപ്രോക്കൽ ഓഫ് 3/7 is 7/3 ആണ്. 7/3 എന്ന് പറയുമ്പോൾ എന്ത് ഫ്രാക്ഷൻ ആണ്? 7/3 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. കാരണം അവിടെ ന്യൂമറേറ്റർ വലിയ നമ്പറും ഡിനോമിനേറ്റർ ചെറിയ നമ്പറുമാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി. 8/5ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 5/8 ആണ് അല്ലേ. 5/8ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 8/5 ആണ് അല്ലേ. ക്വസ്റ്റ്യൻ വായിച്ചു തിരിഞ്ഞു പോയി. ഇവിടെ ക്വസ്റ്റ്യൻ 5/8 ആണ്, റെസിപ്രോക്കൽ 8/5 വരും അല്ലേ. ഇതെന്ത് ഫ്രാക്ഷൻ ആണ്? ഇതും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. കാരണം വലിയ നമ്പറാണ് മുകളിലെ ന്യൂമറേറ്ററിൽ വന്നിട്ടുള്ളതാണല്ലോ. അപ്പൊ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെസിപ്രോക്കൽ ഓഫ് 9/7 is equal to 7/9 ആണ്. 7/9 ആണ് റെസിപ്രോക്കൽ. സോ ഇത് നോക്കി, വലിയ നമ്പർ താഴെയും ചെറിയ നമ്പർ മേളിലും, അതായത് ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്.
ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കി 6/5 ആണ്. അതിനെ നമുക്ക് 5/6 എന്ന് എഴുതാം. റെസിപ്രോക്കൽ 5/6 ആകുമ്പോൾ അത് എന്ത് ഫ്രാക്ഷനിലേക്ക് മാറും? പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറി. 5/6 പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് നമുക്ക് മാറി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12/7 ആണ്. അതിനെ നമുക്ക് 7/12 എന്ന് എഴുതിക്കൂടെ? 7/12 എന്ന് പറയുമ്പോൾ എന്ത് ഫ്രാക്ഷൻ വരും? അത് പ്രോപ്പർ ഫ്രാക്ഷൻ വരും. പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് 7/12 ആണല്ലോ. ഇനി 1/8 എന്ന് പറയുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എന്ത് വരും? റെസിപ്രോക്കൽ 8/1. ദാറ്റ് ഈക്വൽ ടു 8 അല്ലേ? 8 ആണ് കിട്ടിയത്. അതെന്ത് വരും? ഓൾ നമ്പേഴ്സ് വരും അല്ലെ? 8 എന്ന് പറഞ്ഞാൽ ഓൾ നമ്പർ ആണ്. നമുക്ക് 8/1 എന്ന് പറഞ്ഞാൽ അത് ഓൾ നമ്പർ ആണ്. അതുപോലെ തന്നെ 1/11 ഈസ് ഈക്വൽ ടു അതിന്റെ റെസിപ്രോക്കൽ ഓഫ് 1/11 ഈസ് 11/1 ആണ്. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ തിരിച്ചിട്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു 11/1 ഈസ് ഈക്വൽ ടു 11 ആണ്. അതും എന്താണ് വരുന്നത്? ഓൾ നമ്പേഴ്സ് ആണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഓൾ നമ്പർ എന്ന രീതിയിൽ ഇതിന്റെ റെസിപ്രോക്കലിനെ തിരിച്ചെഴുതാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും, എഴുതാൻ പറ്റും. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുത്താൽ മതി. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ, നല്ലതുപോലെ മനസ്സിലായല്ലോ. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2.4 തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ആണല്ലോ. ഫൈൻഡ് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 7/3 ഡിവൈഡ് ബൈ 2 ആണ്. നേരത്തെ ഓൾ നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് നമ്മൾ ചെയ്തു. ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് ഫ്രാക്ഷനെ ഒരു ഓൾ നമ്പർ കൊണ്ട് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഫ്രാക്ഷനെ ഒരു ഓൾ നമ്പർ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് 7/3 ഡിവൈഡ് ബൈ 2 നമുക്ക് 2/1 എന്ന് എഴുതാലോ. 2 2/1 എന്ന് എഴുതാം. അതായത് 7/3 ഇൻറ്റു 1/2. എങ്ങനെ 1/2 വന്നു? റെസിപ്രോക്കൽ ഓഫ് 2. റെസിപ്രോക്കൽ ഓഫ് 2 അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് 2/1 ഈസ് ഈക്വൽ ടു 1/2 ആണ്. അതിനെ നമുക്ക് 7 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 എന്ന് എഴുതാം. ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്ന റൂൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/6 നമുക്ക് ആൻസർ കിട്ടും. 7/6 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ 7/6 എങ്ങനെയാണ് കിട്ടിയെന്ന്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകുമ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് 4/9 ഡിവൈഡ് ബൈ 5 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. 4/9 ഡിവൈഡ് ബൈ 5 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാം? 4/9 ഇൻറ്റു 5ന്റെ റെസിപ്രോക്കൽ എന്താ? 1/5. 5ന്റെ റെസിപ്രോക്കൽ 1/5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/45 എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഇതിന്റെ ആൻസർ 4/45 ആണ്. അതിനെ നമുക്ക് ചെറുതാക്കാനൊന്നും പറ്റില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കുക. 4/45 ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് സ്പീഡിൽ നമ്മൾ അങ്ങ് പോകുന്നത്. 6/13 ഡിവൈഡ് ബൈ 7 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 6/13 ഡിവൈഡ് ബൈ 7 എന്നുള്ളത് നമുക്ക് 6/13 ഇൻറ്റു 1/7 എന്ന് എഴുതാം അല്ലേ? 7ന്റെ റെസിപ്രോക്കൽ 1/7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 1/13 ഇൻറ്റു 7 എന്ന് എഴുതാം. is equal to 6/21 to 91. 6/91 എന്ന് നമുക്ക് ആൻസർ എഴുതാം അല്ലേ? 6/91 എന്ന് നമുക്ക് ആൻസർ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. 4/1/3 ഡിവൈഡ് ബൈ 3 എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം 4/1/3 എന്ന് പറയുന്നത് 4 into 3 12 plus 1 13/3 ആണ് അല്ലേ? അപ്പോ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? 13/3 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 13/3 into 1/3 എന്ന് എഴുതാം. 13/3 into 1/3 എന്ന് എഴുതാം. എന്തുകൊണ്ടാ? റെസിപ്രോക്കൽ ഓഫ് 3 is 1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 into 1 ഡിവൈഡ് ബൈ 3 into 3 13/9 നമുക്ക് ആൻസർ എഴുതാം. 13/9 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ 3/1/2 ഡിവൈഡ് ബൈ 4 എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 3/1/2 ഡിവൈഡ് ബൈ 4 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 3/1/2 നമുക്ക് എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം? 3 into 2 6 plus 1 7/4 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 7/4 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി? 7/4 ഡിവൈഡ് ബൈ 4 എന്നായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/4 into 1/4 എന്നായില്ലേ? 7/4 into 1/4 കാരണം റെസിപ്രോക്കൽ ഓഫ് 4 is equal to 1/4 ആണ്. That is equal to 7 into 1 divided by 4 into 4 7/16 എന്ന് നമുക്ക് ആൻസർ എഴുതാം. വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളത്. അപ്പോൾ 7/16 എന്ന് എഴുതാം. സോറി, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ആണ്. 7/2 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ നമുക്ക് 3/1/2നെ 3 into 2 plus 1/1
7/2 എന്ന് എഴുതാം. അപ്പോൾ 7/2 ഡിവൈഡ് ബൈ 4 എന്ന് വരും. അതായത് 7/2 ഇൻറ്റു 1/4 എന്ന് വരും. അപ്പോൾ 7 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 വരും. ദാറ്റ്സ് ഈക്വൽ ടു 7/8 എന്ന ആൻസർ വരും. 7/8. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. 4 ആണ് ഞാൻ എഴുതിയത്. ഇത് 2 ആണ് വരുന്നത്, കാരണം ഇവിടെ ഡിവൈസർ 2 ആണ്, ഡിനോമിനേറ്റർ 2 ആണ്. അപ്പോൾ അതങ്ങനെ വരും. 7/8 എന്ന് നമുക്ക് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ ആണ്. നോക്കുക 6th ക്വസ്റ്റ്യൻ എന്താണെന്ന്. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 4 3/7 ഡിവൈഡ് ബൈ 7 എന്നാണ് ക്വസ്റ്റ്യൻ. 4 3/7 ഡിവൈഡ് ബൈ 7 ആണ്. അതിൽ 4 3/7 is equal to 4 into 7 plus 3/7. That's equal to 28 plus 3 31/7 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 31/7 ഡിവൈഡ് ബൈ 7 എന്നാണ്. That is equal to 31/7 into 1/7 ആണ്. That is equal to 31 into 1/7 into 7 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 31/49 എന്ന് എഴുതാം. 31/49 ആണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3rd ക്വസ്റ്റ്യൻ. 6 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു പോകാം, ഇടയ്ക്ക് തെറ്റ് പറ്റരുത്. ഓക്കെ, 2.4ലെ 4th ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോകാം. അതായത് ഇതാണ് ക്വസ്റ്റ്യൻ ഫൈൻഡ്. 4th ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2/5 ഡിവൈഡഡ് ബൈ 1/2. രണ്ട് ഫ്രാക്ഷൻസ് തന്നേക്കണം അല്ലേ. 2/5 ഡിവൈഡ് ബൈ 1/2 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം സെക്കൻഡ് നമ്പറിന്റെ റെസിപ്രോക്കലോട് മൾട്ടിപ്ലൈ അല്ലേ. റെസിപ്രോക്കൽ ഓഫ് 1/2 is equal to 2 ആണ്. 2 means 2/1 അല്ലേ. 2/1 നമുക്ക് 2 എന്ന് എഴുതാം ആണല്ലോ. അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് 1/2 is 2. അപ്പൊ നമുക്ക് 2/5 into 2 എന്ന് കിട്ടും ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 2 ഡിവൈഡ് ബൈ 5 into 1 5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 എന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻസർ 4/5 ആണ്. മനസ്സിലായല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. 4/9 ഡിവൈഡ് ബൈ 2/3. 4/9 ഡിവൈഡ് ബൈ 2/3 എങ്ങനെ ചെയ്യാം? 4/9 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 3/2 ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 2 12 ആണ്. 4 into 3 12 ആണ്. ഡിവൈഡ് ബൈ 9 into 2 18 ആണ്. രണ്ടിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6ഉം ഇവിടെ 9ഉം കിട്ടും. രണ്ടിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 2/3 എന്ന ആൻസർ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ 2/3 ആണ്. 2/3. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ. 3/7 ഡിവൈഡ് ബൈ 8/7. 3/7 ഡിവൈഡ് ബൈ 8/7 എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതെങ്ങനെ എഴുതാം? 3/7 ഇൻറ്റു 7/8 എന്ന് എഴുതാം. ഓക്കെ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 7 വെട്ടിക്കളയാമെങ്കിൽ ആൻസർ ഡയറക്റ്റ് ആയിട്ട് 3/8 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ ഒരുപോലെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാതാണെങ്കിൽ 21 ഡിവൈഡ് ബൈ 56 എന്ന് എടുക്കുക. എന്നിട്ട് അതിനെ വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടിനെയും കോമൺ ആയിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3/8 തന്നെ കിട്ടും. അപ്പൊ ഇതേപോലെ 3/8 നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ 2 1/3 ഡിവൈഡ് ബൈ 3/5. 2 1/3 ഡിവൈഡ് ബൈ 3/5 എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 1/3 നമുക്ക് മിക്സഡ് നമ്പറിനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ പഠിച്ചിട്ടില്ലേ. 2 into 3 plus 1 7/3 ഡിവൈഡഡ് ബൈ 3/5 എന്ന് കിട്ടി. അതിന്റെ നമ്മൾ സിംപ്ലസ്റ്റ് നമ്മൾ അതിനെ മറ്റൊരു ഫോമിലേക്ക് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/3 into 5/3 എന്ന് കിട്ടി. എന്തുകൊണ്ടാണ്? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 into 5 ഡിവൈഡ് ബൈ 3 into 3 35 ഡിവൈഡ് ബൈ 9 എന്ന് കിട്ടി. 35/9 ആണ് അതിന്റെ ആൻസർ. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് വരുമ്പോൾ 3 1/2 ഡിവൈഡഡ് ബൈ 8/3 എന്നാണ് ക്വസ്റ്റ്യൻ. 3 1/2 ഡിവൈഡഡ് ബൈ 8/3 എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനെ മിക്സറിനെ ഇംപ്രോപ്പർ ആക്കുമ്പോൾ എങ്ങനെ എഴുതാം? 7/2 ഡിവൈഡ് ബൈ 8/3 എന്ന് കിട്ടും. 7/2 ഡിവൈഡ് ബൈ 8/3 എന്ന് പറഞ്ഞാൽ
7/2 into 3/8 എന്ന് കിട്ടും. That's equal to 21 divided by 16 അല്ലേ? 21 divided by 16 എന്ന് കിട്ടും. ഇത്രയുള്ള ആൻസർ. 21നെ 16 നമുക്ക് കോമൺ ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അതിന്റെ ആൻസർ 21 divided by 16 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ ആണ്. 6th ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമുക്ക് 2/5 divided by 1/2 ആണ്. 1/2 ആണ്. നമുക്കറിയാം 2/5 divided by 1/2 means 3/2 അല്ലേ? 3/2 1 into 2 plus 1 3 divided by 2 അതായത് 3/2 ആണ്. That's equal to 2/5 into 2/3 എന്ന് കിട്ടും. അതിനെ വീണ്ടും 4/15 എന്ന് എഴുതാം. 4/15 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള ഒറ്റ നിയമം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് നമ്പറിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യൻ വരുമ്പോൾ 3 1/5 divided by 1 2/3 എന്നാണ്. 3 1/5 divided by 1 2/3 എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. അതിനെ മിക്സർ ആയ രണ്ട് നമ്പർ മിക്സർ നമ്പർ ആണ്. ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 into 5 15 plus 1 16/5 ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ 1 into 3 3 plus 2 5/3 എന്ന് കിട്ടും. ഇനി ഇതിനെ എന്ത് ചെയ്യാം? നേരെ റെസിപ്രോക്കൽ എടുക്കാം. സെക്കൻഡ് നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കാം അല്ലേ? അപ്പൊ നമുക്ക് 16/5 into 3/5 എന്ന് കിട്ടത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 16 into 3 എത്രയാണ്? 16 into 3 8 1 3 48 divided by 25 എന്ന് കിട്ടും. 48 divided by 25 എന്ന് കിട്ടും. അതിനെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, അതങ്ങനെ തന്നെ എഴുതാം. 48 divided by 25 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോ 2 1/5 divided by 2 1/5 divided by 1 1/5 ആണ്. 1 1/5 2 1/5 divided by 1 1/5 ആണ്. 2 1/5 means 2 into 5 10 plus 1 11/5 divided by 5 into 1 5 plus 1 6/5. Okay, 11/5 divided by 6/5. അതിനെ 11/5 into 5/6 എന്ന് എഴുതാം. കാരണം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 5/5 ക്യാൻസൽ ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 11/6 എന്ന് എഴുതാം. ഓക്കെ, 11/6 എന്ന് എഴുതാം. അതോടുകൂടി നമ്മുടെ 2.4 എന്ന എക്സർസൈസ് ഡിവിഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ് ഡിവിഷൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ അറിയാമെങ്കിൽ ഡിവിഷൻ ഒരു കാരണവശാലും തെറ്റില്ല. റെസിപ്രോക്കൽ എടുക്കാൻ അറിയണം. റെസിപ്രോക്കൽ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിനെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചെഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ വിത്ത് റെസിപ്രോക്കൽ ഓഫ് ദ ഡിവൈസർ അല്ലെങ്കിൽ സെക്കൻഡ് നമ്പർ അങ്ങനെ കൊടുത്തിരുന്നാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഡെസിമൽസിലേക്ക് നമുക്ക് പോകാം അടുത്ത വീഡിയോയിൽ. ഓക്കെ.